പത്തനംതിട്ടയിലെ കാപ്പ കേസ് പ്രതി ഡിവൈഎഫ്ഐ നേതൃത്വത്തിലേക്ക്. ഡിവൈഎഫ്ഐ മലയാലപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റായി ശരൺ ചന്ദ്രനെ തെരഞ്ഞെടുത്തു. 2 മാസം മുൻപാണ് കാപ്പ കേസ് പ്രതിയായ ശരൺ CPM-ൽ ചേർന്നത്. CG ഉമേഷ് ചേരുന്നു. ഉമേഷ്, എന്തായാലും കാപ്പ കേസ് പ്രതി ഡിവൈഎഫ്ഐ നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 മാസം മുൻപ് മന്ത്രി അടക്കം ശരണിനെ CPM-ലേക്ക് സ്വീകരിച്ചതൊക്കെ ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഇപ്പോൾ നിലവിൽ മലയാലപ്പുഴ മേഖല വൈസ് പ്രസിഡന്റായി ഡിവൈഎഫ്ഐ വൈസ് പ്രസിഡന്റായി ശരൺ ചന്ദ്രനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. രോഹിണി, കഴിഞ്ഞ ഏതാണ്ട് 2 മാസക്കാലമായി പത്തനംതിട്ടയിലെ ഡിവൈഎഫ്ഐക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോയ ചില നീക്കങ്ങളാണ് ശരണുമായി ബന്ധപ്പെട്ടുണ്ടായത്. ശരണിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ കാപ്പ കേസിലെ പ്രതിയാണ് എന്ന വാർത്ത പുറത്തു വന്നത് പാർട്ടിക്ക് വലിയ തലവേദനയായിരുന്നു. മാത്രമല്ല, ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരെയും SFI പ്രവർത്തകരെയും ഒക്കെ മർദ്ദിച്ച കേസിലെ പ്രതി കൂടിയാണ് ശരൺ എന്നത് വലിയ വിവാദം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കാപ്പ കേസ് പ്രതിയായ ശരണിന്റെ പിറന്നാളാഘോഷം CPM പ്രവർത്തകർ അർദ്ധരാത്രിയിൽ കാപ്പ എന്നെഴുതിയ കേക്ക് മുറിച്ച് നടത്തിയതും അതിനെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മയിലാടുംപാറ സ്വദേശിയായ മറ്റൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ശരൺ മർദ്ദിച്ചതും ഏറെ വിവാദമായിരുന്നു. പിന്നീട് പോലീസ് കേസെടുത്തെങ്കിലും പാർട്ടി ഇടപെട്ട ആ കേസ് ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ പാർട്ടിക്കുള്ളിൽ വലിയ തലവേദന സൃഷ്ടിക്കുകയും ഡിവൈഎഫ്ഐക്കുള്ളിൽ തന്നെ വലിയ ആശയക്കുഴപ്പങ്ങൾക്കും തർക്കങ്ങൾക്കും ഒക്കെ ഇടയാക്കിയതായിരുന്നു ശരണിന്റെ ഡിവൈഎഫ്ഐ പ്രവേശനം. എന്നാൽ ശരണിന് ഇപ്പോൾ സംഘടനയുടെ ഭാരവാഹിത്വം നൽകുകയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതൃത്വം ചെയ്തിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ മലയാളപ്പുഴ മേഖലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായി ശരണിനെ തെരഞ്ഞെടുത്തിരിക്കുന്നതാണ് പാർട്ടി ഇപ്പോൾ ഔദ്യോഗികമായി പങ്കുവച്ചിരിക്കുന്ന പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഡിവൈഎഫ്ഐക്കുള്ളിലും CPM-നുള്ളിലും വലിയ വിമർശനങ്ങളിലേക്കും കൂടുതൽ തർക്കങ്ങളിലേക്കും പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രോഹിണി, ശരി. CG ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.